സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ധ്യാനം ധ്യാനമല്ല, അത് ഒരു സെൽഫ് ഹിപ്നോസിസ് ആണ്. പല വിഷയങ്ങൾ, പല അറിവുകൾ, പലരുടെയും കാഴ്ചപ്പാടുകൾ, ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അത്തരത്തിൽ ഒരറിവ്, അത്തരത്തിലൊരു കാഴ്ചപ്പാട്, അതാണെന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതുപ്രകാരം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ധ്യാനം ധ്യാനമല്ല, അതൊരു സെൽഫ് ഹിപ്നോസിസ് മാത്രമാണ്. മനസ്സിനെ എങ്ങനെ നിശബ്ദമാക്കാം? നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെട്ടെന്നൊരു കൊച്ചു കാര്യം പറയട്ടെ. ഒരിക്കലൊരു മാസ്റ്ററിനോട് ഒരാൾ ചോദിച്ചു, മനസ്സിലേക്ക് സമാധാനം എങ്ങനെ കൊണ്ടുവരാമെന്ന്. മാസ്റ്റർ പറഞ്ഞത്, അസാധ്യമായൊരു കാര്യമാണത്. കാരണം സമാധാനമില്ലായ്മ, അശാന്തി, അത് സൃഷ്ടിക്കുന്നത് തന്നെ മനസ്സാണ്. നിങ്ങൾ അവിടെ എങ്ങനെ സമാധാനം കൊണ്ടുവരും? മനസ്സിന് പുറത്തു പോകുന്ന അവസ്ഥയാണ് സമാധാനം. മനസ്സിലിരിക്കുമ്പോൾ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് സാധ്യമാവുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. മനസ്സുണ്ടെങ്കിൽ സമാധാനം കാണില്ല, സമാധാനമുണ്ടെങ്കിൽ മനസ്സ് കാണില്ല. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. മനസ്സിലേക്ക് എങ്ങനെ നിശബ്ദത കൊണ്ടുവരാം? നമ്മളിൽ ചിലവർ ചിലപ്പോൾ ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോൾ അതിനി എന്തായിരുന്നാലും, ചിലപ്പോൾ അതൊരു കടൽ തീരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മനോഹരമായൊരു പക്ഷി പറന്നു പോകുന്നതായിരിക്കാം. ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ സാധാരണ എപ്പോഴും കൊണ്ടു നടക്കുന്ന ചിന്തകൾ ഒഴിഞ്ഞു പോകുന്നു. ഒരു ചെറിയൊരു നിമിഷത്തേക്ക് നമ്മൾ മനസ്സിൽ നിശബ്ദത അനുഭവിക്കുന്നു. ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും സന്തോഷിക്കുകയും ഒപ്പം ഒരു കാര്യം ചിന്തിക്കുകയും ചെയ്യും. ഇതെപ്പോഴും നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ സുഖമായില്ലേ? അപ്പോൾ മുതൽ നമ്മളൊരു കാര്യം അന്വേഷിക്കാൻ തുടങ്ങുന്നു. എങ്ങനെ മനസ്സിനെ നിശബ്ദമാക്കാം? സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ചോദ്യം നമ്മളെ കൊണ്ടെത്തിക്കുക ഒരു കുഴപ്പത്തിലേക്കാണ്. അതെന്താണെന്ന് ഉടനെ പറയാം. എന്നിരുന്നാലും മനസ്സിനെ എങ്ങനെ നിശബ്ദമാക്കാം എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷണം ആരംഭിക്കുകയും ഈ അന്വേഷണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ആയിരിക്കും. ആ പുസ്തകത്തിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന് നമ്മളൊരു മെത്തേഡിനെ കുറിച്ച്, ഒരു സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. മെത്തേഡ് എന്തായിരുന്നാലും ശരി, മതം ഏതായിരുന്നാലും ശരി, ഫിലോസഫി എന്തായിരുന്നാലും ശരി, എല്ലാ മെത്തേഡുകൾക്കും കോമൺ ആയൊരു കാര്യമുണ്ട്. ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? അതിതാണ്, എല്ലാ മെത്തേഡുകൾക്കും ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഗോൾ, ഒരു എൻഡ് പോയിന്റ്, ഒരു അവസാനം. ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആ കുഴപ്പം ഇതാണ്, ലക്ഷ്യത്തെക്കുറിച്ച് നേരത്തെ അറിയുക. പലർക്കും ലക്ഷ്യത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെഡിറ്റേഷൻ സാധ്യമാവില്ല. അവർ ശ്രമിക്കുന്നുണ്ടാവും, അവരുടെ ചിന്തയിൽ അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് മെഡിറ്റേഷൻ അല്ല, ഒരു സെൽഫ് ഹിപ്നോസിസ് ആണ്. കാരണം അവർ ലക്ഷ്യത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. മെഡിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതവസ്ഥയിലേക്ക് എത്തുമെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു. ഇനി മനസ്സിനത് പ്രൊജക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സ് അതിന് മിടുക്കനാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളുടെ മനസ്സ് പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ സംഭവിക്കുന്നത് മെഡിറ്റേഷൻ അല്ല, മറിച്ചൊരു സെൽഫ് ഹിപ്നോസിസ് മാത്രമാണ്. മെഡിറ്റേഷൻ ഒരു അത്ഭുതം തന്നെയാണ്, മനോഹരമായ കാര്യമാണ്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ അതൊരു സെൽഫ് ഹിപ്നോസിസ് ആണ്. നിങ്ങൾ എന്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ നിങ്ങൾ അതിൽ തന്നെ ട്രാപ്ഡായി പോകും. നിങ്ങൾക്കൊരിക്കലും ഈ അബദ്ധം പറ്റാതിരിക്കട്ടെ. യഥാർത്ഥ മെഡിറ്റേഷൻ്റെ ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക.